ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കുന്ന റെസിപ്പി കൈപ്പക്ക കൊണ്ടുള്ള ഒരു മുളക് കറിയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു കൈപ്പക്ക, 2 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, 2 തക്കാളി, 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് എന്നിവ ചതച്ചത്, 1½ ടേബിൾ സ്പൂൺ, ഒരു ഉണ്ട വാളംപുളി. ഇനി നമുക്കിത് പാകം ചെയ്യാം. അതിനു വേണ്ട ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിലാണ് ഈ കറി നമുക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല എന്നിവ ഇട്ട് കൊടുത്തതിന് ശേഷം നൈസായി അരിഞ്ഞ വലിയുള്ളി ഇട്ട് വാട്ടുക. ഉള്ളി നന്നായി വാട്ടിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് കറിക്കൊരു കുറുക്കം കിട്ടുന്നത്. ഇനി അതിലേക്ക് നെടുകെ കീറിയ 4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഉള്ളി വാടാൻ ആവശ്യമായ ഉപ്പ് നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഉള്ളി നന്നായി വാടിയതിനു ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് എന്നിവ ചതച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി പച്ചമണം മാറുന്നത് വരെ ഇളക്കിയെടുക്കുക. ഉള്ളി വാടിയതിനു ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ 2 തക്കാളി ഇട്ട് നന്നായി വാട്ടിയെടുക്കുക. തക്കാളി വാടാൻ വേണ്ടി നമുക്ക് അടപ്പ് വെച്ച് വേവിക്കാം. ഇനി തക്കാളി നന്നായി വാടിയതിനു ശേഷം നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1½ ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1½ ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്നിവ ഇട്ട് മസാലപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞ് വെച്ച പുളി ഒഴിച്ചു. നമുക്ക് ആവശ്യമായ വെള്ളം ഇതിലേക്ക് ഈ സമയത്ത് ആഡ് ചെയ്യാം. കറി മൂടി വെച്ച് നന്നായി തിളപ്പിക്കുക. തിളച്ച് വന്നതിന് ശേഷം